الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന സത്യസന്ധമായ കറകളഞ്ഞ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ റാഹത്തായി സ്വർഗത്തിൻ്റെ അവകാശിയായി മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം കഥകളും ചരിത്ര സംഭവങ്ങളും വളരെ മനോഹരമായ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല സുദീർഘമായിക്കൊണ്ടും ചുരുങ്ങിയ രൂപത്തിലുമെല്ലാം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവയൊന്നും വെറുതെ ഒരു നേരം പോക്കിനോ സമയം പാഴാക്കാനോ കൂട്ടിച്ചേർക്കലിനോ വേണ്ടി അള്ളാഹു എടുത്തു പറയുന്ന ചരിത്ര സംഭവങ്ങളല്ല, കഥകളല്ല ഖുർആനിലുള്ളത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന, ദുനിയാവിലും പരലോകത്തും നമുക്ക് മുതൽ കൂട്ടായി മാറുന്ന ധാരാളം ഗുണപാഠങ്ങൾ, തിരിച്ചറിവുകൾ പകർന്നു നൽകുന്ന
ചരിത്ര സംഭവങ്ങളായതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അവ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് ഒരുപക്ഷെ നമ്മിൽ അധികം ആളുകളും പലപ്പോഴും ചെറിയ രൂപത്തിലെങ്കിലും കേട്ടിട്ടുള്ള മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഖുർആൻ ആ ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കടുത്ത പരീക്ഷണത്തിന് വിധേയനായ ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ, വളരെ അസഹ്യമായ വേദന കൊണ്ട് പുളയുമാറുള്ള, ശരീരം മുഴുവനും പടർന്ന് പന്തലിക്കുമാറുള്ള വിചിത്രമായ ഒരു തരം രോഗം മൂലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചിട്ടുള്ളത്. 13 അതല്ലെങ്കിൽ 18 രണ്ട് അഭിപ്രായങ്ങളുമുണ്ട്. 13-18 വർഷം ആ രോഗം അദ്ദേഹത്തെ തുടർന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം അദ്ദേഹം ആ രോഗത്തിലാണ് കഴിച്ചു കൂട്ടിയത് എന്നുള്ളതാണ്. ആ രോഗം അദ്ദേഹത്തിന് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് വളരെ സന്തോഷകരമായ, ധാരാളം സന്താനങ്ങളും അതുപോലെ തന്നെ സമ്പത്തും, അങ്ങനെ ഭൗതികമായ എല്ലാവിധ ഐശ്വര്യവും ഉള്ള ഒരു നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. ആ ഒരു അവസരത്തിലാണ് അള്ളാഹു പ്രത്യേകമായ ഒരു രീതിയിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. പണ്ഡിതന്മാർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ രോഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കൽബും ലിസാനും, ഹൃദയവും നാവും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളിലേക്കും ആ രോഗം പിടിപെട്ടു എന്നുള്ളതാണ്. ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായി മാറി. അത്രയും വിരൂപമായി തോന്നുന്ന, കാണുന്ന ആളുകൾക്ക്, കുടുംബക്കാർക്ക് പോലും അറുപ്പും വെറുപ്പും തോന്നുമാറുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ രൂപം മാറി മറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെല്ലാവരും അദ്ദേഹത്തെ, അധികം ആളുകളും കൈയൊഴിഞ്ഞു. സ്വന്തം ഭാര്യയും 2 സഹോദരന്മാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരവസരത്തിലും അദ്ദേഹത്തിന് താങ്ങും തണലുമായി ഉണ്ടായത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലരും മരിച്ചുപോയി. അങ്ങനെ അദ്ദേഹത്തിന് ഈ 3 ആളുകൾ മാത്രമാണ് കൂട്ടിനുണ്ടായിരുന്നത്. അങ്ങനെ തുടർന്ന 13-18 വർഷം ഇങ്ങനെ ആ രോഗത്തിൽ അദ്ദേഹം കഴിയുകയാണ്. ഈ രോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കൊരുപാട് പ്രതിഫലമാണ് പരലോകത്ത് രേഖപ്പെടുത്തുന്നത്, ഇതെനിക്കുള്ള വലിയ ഒരു പരലോകത്തുള്ള മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സഹിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ 2 സഹോദരന്മാർ അദ്ദേഹത്തെ ഇങ്ങനെ കാണാനും പരിചരിക്കാനും ഒക്കെയായി വരും പോവും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം കൂട്ടത്തിൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വല്ലാത്ത അവസ്ഥ കണ്ട് പറഞ്ഞു എന്നാണ്, ഇദ്ദേഹം ജീവിതത്തിൽ എന്തോ കാര്യമായ ഒരു പാപം ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും സമയമെടുത്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഈ രോഗം മാറാത്തത് എന്നിങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത സങ്കടമായി. കാരണം അദ്ദേഹത്തെ ഈ രോഗത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കുകയാണ്. അദ്ദേഹം എന്തോ ചെയ്യാത്ത വലിയ എന്തോ തിന്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകും എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ ആ ഒരു അവസരത്തിൽ വെച്ച് ഇത്രയും വർഷം സഹിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു,
ആ പ്രാർത്ഥനയാണ് ചരിത്രത്തിന്റെ പ്രധാന ഭാഗമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഇത്രയും കടുത്ത രോഗം വന്നതിന് ശേഷവും അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന ഒരു ശൈലി വല്ലാത്ത അത്ഭുതമാണ്. അള്ളാഹു പറയണ അയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം എന്താണ് പറഞ്ഞത്? അന്നീ മസ്സനിയൽ ദുർറു, അള്ളാഹുവേ എനിക്കൊരു ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, എന്നെ വല്ലാത്ത ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു, വലിയ പ്രയാസമാണ് എനിക്ക്. എന്നാൽ വഅൻത അർഹമുർ റഹീമീൻ, അള്ളാഹുവേ എനിക്ക് ഇത്രയും വർഷം കടുത്ത പരീക്ഷണം തന്ന നീയാവട്ടെ, വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ കരുണാനിധിയാകുന്ന റബ്ബേ നീ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഴി പറയാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവിടെ പോലും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനോട് തന്റെ പ്രയാസത്തെ ബോധിപ്പിച്ചത്. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിനെ ഇത്രയും കൊല്ലം ബാധിച്ച ആ ഒരു ഉപദ്രവം അള്ളാഹു നീക്കിക്കൊടുത്തു, മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബമെല്ലാം അതിന് ഇരട്ടിയായി അള്ളാഹു അതിന് പകരമായി എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മതൻ മിൻ ഇൻദിനാ, അള്ളാഹു പറയാണ് എന്റെ പക്കൽ നിന്നുള്ള കാരുണ്യമാണത്. അള്ളാഹുവിന്റെ ആ കാരുണ്യത്തെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് റബ്ബ് ഇത് തിരിച്ചു നൽകുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങളായ അടിമകൾക്ക് ഇതിലൊരു ഉത്ബോധനമുണ്ട് എന്നാണ്. വലിയ ഒരു പാഠം ഈ സംഭവത്തിൽ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലും അതിനെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകിയതിലും ഉണ്ട് എന്നാണ് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത്. സഹോദരന്മാരെ, വലിയ ചില പാഠങ്ങളാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് സമ്മാനിക്കുന്നത്. രോഗമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒന്നാമതായും ഇവിടെ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പാഠം. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ നല്ലവനെന്നോ ചീത്തയായവനെന്നോ സന്മാർഗിയെന്നോ ദുർമാർഗിയെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമെന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്, അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ അതിന്റെ അടിസ്ഥാനം പരീക്ഷണമാണ് എന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ഈ മരണവും ജീവിതവും നിങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിച്ചു നൽകിയത് നിങ്ങളിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ജീവിതം ഒരു പരീക്ഷണമാണ് എന്നതാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നക്കും, നിങ്ങളെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പിച്ച് അള്ളാഹു പറഞ്ഞു. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? ബിശൈഇ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയപ്പാട് നിങ്ങൾ കിട്ടു തന്നുകൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഇ, പട്ടിണിയിലൂടെ പരീക്ഷിക്കും. വനഖ്സി മിനൽ അംവാലി, സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വൽ അൻഫുസി, നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷിക്കും. വസ്സമറാത്ത്, മറ്റു കൃഷി അങ്ങനെയുള്ള നിങ്ങളുടെ വിഭവങ്ങളിലൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ആ പരീക്ഷണങ്ങളിൽ
ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും പരീക്ഷണം ഉണ്ടാവും. ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു പ്രയാസവും ഏൽക്കാതെ, ഒരു പരീക്ഷണവും നേരിടാതെ സന്തോഷത്തിലും സമാധാനത്തിലും ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളത് ഒരു മനുഷ്യനും ഒരിക്കലും സംഭവിക്കാത്ത, നടക്കാത്ത കാര്യമാണ്. ഒരാൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ഒരിക്കലും അത് സാധ്യമല്ല എന്നതാണ്. എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ. അള്ളാഹുവിന്റെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത്, കൂടുതൽ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് അൽ അംബിയ, അള്ളാഹുവുമായി ഏറ്റവും അടുത്ത അംബിയാക്കൾക്കാണ്, പ്രവാചകന്മാർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നു, പ്രയാസം നൽകുന്നു എന്നുള്ളത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ അടയാളമല്ല എന്നതാണ്. പരീക്ഷണങ്ങൾ കുറയുന്നു എന്നുള്ളത് അള്ളാഹു നമ്മെ പരിഗണിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്നതിന്റെയും അടയാളമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കടുത്ത പരീക്ഷണം പ്രവാചകന്മാർക്കാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നെ അതിനുശേഷം വരുന്ന സ്വാലിഹീങ്ങളായ സച്ചരിതരായ നല്ല നല്ല ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ഈമാൻ അനുസരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്ന് പറഞ്ഞു, ഫമാ യബ്റഹുൽ ബലാഹു ബിൽ അബ്ദി. ഒരു അടിമക്ക് അല്ലാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടേയിരിക്കും. ഹത്താ യത്റുകഹു യംശി അലൽ അർള് വമാ അലൈഹി ഖതിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഇങ്ങനെ പരീക്ഷിച്ച് അവസാനം ഈ ഭൂമിയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൽ ഒരു തെറ്റ് പോലും ഇല്ലാത്ത വിധം അദ്ദേഹം ചെയ്ത സകല തിന്മകളും അല്ലാഹു പുറത്തു കൊടുത്ത് അദ്ദേഹം പാപ സുരക്ഷിതനാകും വിധം എല്ലാ തെറ്റുകളും ഈ പരീക്ഷണത്തിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. ആ നിലക്ക് ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. പരലോകത്തെത്തുമ്പോൾ അതിന്റെ വലിയ അനന്തര ഫലം അവർ കാണുകയും ചെയ്യും. ചിലപ്പോൾ കുറേ ആരാധനകളൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിർബന്ധമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ പരീക്ഷണം വരുമ്പോൾ അതിൽ സഹിച്ച് പിടിച്ചതിന്റെ പേരിൽ ധാരാളം കൂമ്പാരം പോലെ പ്രതിഫലങ്ങൾ പരലോകത്ത് അത്തരം ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പരീക്ഷണങ്ങളിൽ ഏത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ അതുമായി നമ്മൾ അതിനെ അഭിമുഖീകരിക്കണം എന്ന വിഷയത്തിൽ കൃത്യമായ ഒരു മാതൃകയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. അയ്യൂബ് നബി എന്താണ് ചെയ്തത്? അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് ഈ പരീക്ഷണം നൽകിയ താൻ അനുഭവിക്കുന്ന തൻ്റെ മനസ്സിലുള്ള വേദനയും ശാരീരികമായ ആ ഒരു വല്ലാത്ത പ്രയാസം, ആ ഒരു വേദനയുടെ കാഠിന്യവുമെല്ലാം എന്നെക്കാളും അറിയുന്നത് ഇത് നൽകിയ അള്ളാഹുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റാരോടും പറയാതെ അള്ളാഹുവിനോടാണ് അദ്ദേഹം അതെടുത്തു പറഞ്ഞത് എന്നുള്ളതാണ്. അത് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ അങ്ങേയറ്റം തന്നോട് ആ ഒരു കരുണ തോന്നും വിധം അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം മാറ്റുന്നത്. ആ രോഗം മാറിയത് എങ്ങനെയാന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ കാൽപാദം നിലത്തടിക്കാൻ പറയുകയും അങ്ങനെ നിലത്തടിച്ചതിനെ തുടർന്ന് ഒരു ഉറവ് വെള്ളം പുറത്തു വരികയും അതിൽ അദ്ദേഹം കുടിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി മാറി എന്നുള്ളതാണ്. പഴയ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, കാരണം അദ്ദേഹം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് തന്നെ അയ്യൂബ് എവിടെയെന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം കാര്യം വിശദീകരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് ആ രോഗം മാറിയത്. അപ്പൊ പറഞ്ഞു വന്നത്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആ ഒരു പ്രയാസം അള്ളാഹുവിനോടാണ് ആദ്യമായി പറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്താ? നമുക്കൊരു പ്രയാസം വന്നാൽ, ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നാൽ നമ്മൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും, ഭാര്യയോട് പറയും, ചിലപ്പോൾ ഉപ്പയോട് പറയും, കൂട്ടുകാരോട് പറയും, എല്ലാവരോടും പറയും. പക്ഷെ അള്ളാഹിനോട് മാത്രം നമ്മൾ പറയില്ല.
അധികം ആളുകൾ അങ്ങനെയാണ്. മറ്റെല്ലാവരോടും പോയി പറഞ്ഞിട്ടുണ്ടാവും, അള്ളാഹിനോട് മാത്രം പറയാൻ മറന്നിട്ടുണ്ടാവും. നല്ല രോഗം വന്നു, കാര്യമായ ചികിത്സ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി, എല്ലാ ഡോക്ടർമാരെയും കാണും, പലരോടും അഭിപ്രായം ചോദിക്കും, എത്ര ദൂരെ വേണമെങ്കിൽ യാത്ര ചെയ്യും, എത്ര വേണമെങ്കിൽ അവനക്ക് വേണ്ടി പിരിവുണ്ടാക്കും. ഇങ്ങനെ പല രൂപത്തിൽ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ഭൗതികമായ മാർഗങ്ങളും ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, കണ്ടറിഞ്ഞ് ചെയ്യും. പക്ഷേ അള്ളാഹുവിനോട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു പ്രയാസം മാറിക്കിട്ടാൻ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ അള്ളാഹിനോട് ഈ കാര്യം പറയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളത് ചെയ്യാറുണ്ടോ? പിന്നെ നമ്മൾ റബ്ബിനോട് പറയും എപ്പോന്നറിയോ? അവസാനം ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ചിലപ്പോൾ ഡോക്ടർ അവസാനം പറയും, എല്ലാ ചികിത്സയും കഴിഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നപ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും. അപ്പോഴാണ് നമ്മൾ അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന രൂപത്തിൽ അള്ളാഹിനോട് നമ്മുടെ കാര്യം പറയാം. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അവസാനമാണ് അള്ളാഹിനോട് നമ്മൾ പോയി പറയാം. നമുക്ക് ബാധിച്ച വലിയ ഒരു പ്രശ്നമാണിത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നാൽ, പ്രത്യേകിച്ച് ഒരു രോഗം വന്നാൽ ചികിത്സിക്കണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ രണ്ട് രൂപത്തിലുള്ള ചികിത്സ ഉണ്ട്. ഒന്ന് ഭൗതികമായ ചികിത്സ, നല്ല ഡോക്ടറിനെ കാണിക്കേണ്ടി വരും, നല്ല മരുന്ന് കൊടുക്കേണ്ടി വരും, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം പ്രിയമുള്ളവരെ, അതിനേക്കാളും പ്രധാനമായി ഇസ്ലാം പഠിപ്പിച്ച കുറേ സംഗതികളുണ്ട്, കുറേ നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്, റുഖിയ ശറഇയ ഉണ്ട്, ഇസ്ലാമിക മന്ത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പഠിപ്പിച്ച ഒന്നാണ്, നമുക്കൊരു ശരീരത്തിലൊരു വേദന വന്നാൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വേദന വന്നാൽ, തലവേദന ഉണ്ടായി, നമ്മൾ എന്താ ചെയ്യുക? നേരെ മെഡിക്കലിൽ പോയി ഒരു ടാബ്ലറ്റ് മേടിച്ച് കുടിക്കും. ഇതാണ് നമ്മൾ ചെയ്യുക. പക്ഷെ അള്ളാഹിന്റെ റസൂൽ അവിടെയൊക്കെ മാതൃക പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്കൊരു വേദന ഉണ്ടായാൽ, അത് എന്ത് തരത്തിലുള്ള വേദന ആയിക്കോട്ടെ, ശരീരത്തിലൊരു ഭാഗത്ത് വേദന ഉണ്ടായി, കയ്യിലൊരു വേദന ഉണ്ടായാൽ ആ സ്ഥലത്ത് നമ്മൾ കൈവച്ച് 3 പ്രാവശ്യം ബിസ്മില്ലാ 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 എന്ന് ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി അള്ളാഹു എൻ്റെ ഈ രോഗം മാറ്റും, പ്രയാസം നീക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി അങ്ങനെ 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറയുകയും തുടർന്ന് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, അല്ലാഹുവേ നിന്റെ പ്രതാപം കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും ഞാൻ നേരിടുന്ന, ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ചൊല്ലിയാൽ അവൻ്റെ ആ ഒരു വേദന മാറിക്കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ നല്ല അനന്തരഫലം നമ്മൾ കാണും. നല്ല ഉറച്ച വിശ്വാസത്തിലായിരിക്കണം, ഈമാനോട് കൂടി ആയിരിക്കണം അത് പറയേണ്ടത് എന്ന് മാത്രം. പക്ഷെ ഇങ്ങനെയുള്ള സംഗതി ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ചെയ്യാറുണ്ടോ? ഭാര്യയ്ക്കൊരു വേദന വന്നു, പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് ചെയ്യേണ്ടെന്നല്ല, ഇതൊക്കെ ആവശ്യം തന്നെയാണ്. കുട്ടി വന്നിട്ട് പ്രയാസം പറഞ്ഞു, ഉപ്പ തലവേദന ഉണ്ട്, അല്ലെങ്കിൽ കൈവേദന ഉണ്ട്, ഇങ്ങനെ പലതും പറയും. ഭൗതികമായ ചികിത്സ വേണം, ഒരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു വശം, ഇസ്ലാമികമായ വശം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ച് ഊതാം. നമ്മുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടായി, നമുക്ക് സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യാം, ഫാത്തിഹ ഓതാം. സൂറത്തിന്റെ ഖുർആന്റെ ഏതൊരു ആയത്ത് ഓതിയാലും അത് ഷിഫ എന്നാണ് അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ചില പ്രത്യേകമായ സൂറത്തുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ രോഗം മാറാൻ കാരണമാകുമെന്ന രൂപത്തിലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. ഇനി മന്ത്രിച്ചാൽ തന്നെ വേറെ മറ്റുള്ള ആളോടാണ് നമ്മൾ ആവശ്യപ്പെടുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്തരം സന്ദർഭത്തിൽ മന്ത്രിക്കുകയാണെങ്കിൽ, ഇത് ചെയ്യുകയാണെങ്കിൽ സ്വന്തം തന്നെ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം സാന്ദർഭികമായി പറയാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഭൗതികമായ ചികിത്സ ചെയ്യുന്നതോടൊപ്പം ഇതും കൂടി ചെയ്യുകയും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ആ പ്രയാസം മാറി കിട്ടുന്നത് വരെ, ഇനി മാറി കിട്ടിയാലും നന്ദി സൂചകമായിട്ടും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രശ്നം പറയണം എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അള്ളാഹിനോട് നമ്മൾ നമ്മുടെ പ്രശ്നം പറയുന്ന വിഷയത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് എന്തു നമുക്ക് അള്ളാഹിനോട് പറയാം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഭാര്യയോട് നമ്മുടെ പ്രയാസം പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്, ഉപ്പയോടും ഉമ്മയോടും പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്, നാട്ടുകാരോട് പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്, എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റൂല. പക്ഷെ അള്ളാഹിനോട് അങ്ങനെയല്ല, എന്തു നമുക്ക് പറയാന്നുള്ളതാണ്. ചെറിയ ഒരു കാര്യം പോലും നമുക്ക് അള്ളാഹിനോട് പറയാം. അതിലൊരു നാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മനുഷ്യന്മാരോട് ചിലപ്പോൾ ചെറിയ കാര്യം, ഇപ്പോൾ ഒരു 10 രൂപ ചോദിക്കാൻ നമുക്ക് നാണം ഉണ്ടാവും, 100 രൂപ ചോദിക്കാൻ അതൊരു മോശമല്ലേ, ചെറിയ പൈസയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിനോട്
എത്ര ചെറിയ കാര്യം പോലും ചോദിക്കാൻ നമുക്കൊരു നാണക്കേടിന്റെ ആവശ്യമില്ല എന്നാണ്. എന്തു ചോദിക്കാം, എത്ര ചെറുതും ചോദിക്കാം വലുതും ചോദിക്കാം. അള്ള ചിന്തിക്കൂല ഇത്ര ചെറിയ കാര്യമൊക്കെ എന്നോട് ചോദിക്കണം എന്ന്. അള്ള ചിന്തിക്കൂല. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണെന്നാണ്. മനുഷ്യന്മാർക്ക് ചോദിച്ചു പോകുന്നത് വെറുപ്പാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹിനോട് ചോദിക്കാത്തവരോടാണ് അള്ളാഹുവിന് ദേഷ്യം എന്നാണ്. മനുഷ്യന്മാരുടെ കാര്യം നേരെ തിരിച്ചാണ്. ചോദിച്ചാലാണ് ദേഷ്യം വരാം. ഇവനെന്താ എപ്പം നോക്കിയാലും ഇങ്ങനെ ചോദിക്കുന്നത്. അള്ളാഹിനോട് കൂടുതൽ 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 ഇങ്ങനെ ചോദിക്കുന്ന ആളോട് അള്ളാഹിന് ഭയങ്കര ഇഷ്ടം എന്നാണ്. അള്ളാഹ് അങ്ങോട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഇത്രയെല്ലാം വാഗ്ദാനം ചെയ്തിട്ടും എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഞാൻ വളരെ അടുത്താണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അടുത്താണ്. ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും, ഉത്തരം കൊടുക്കും. നബിയെ പറഞ്ഞു കൊടുക്കുന്നതാണ് അള്ളാഹു പറയുന്നത്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്ക്. അള്ളാഹ് പറയാണ്. ഇത് കേവലം നല്ല മനുഷ്യന്മാരോട് മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിക്കാതെ തെറ്റുകൾ ചെയ്യുന്ന ആൾക്ക് പോലും അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് ചിലപ്പോൾ അള്ളാഹുവിന്റെ കാരണം കൊണ്ട് പുറത്തു കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത. അല്ലാതെ നല്ല മനുഷ്യന്മാർക്ക് മാത്രം അള്ളാഹു പുറത്തു കൊടുക്കും. അല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും മറ്റുള്ള തങ്ങന്മാരോടൊക്കെ പോയിട്ട് ചോദിച്ചാലേ അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെയുള്ളത് പൗരോഹിത്യം മനുഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്. അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. ആർക്കും അള്ളാഹിനോട് ചോദിക്കും. അടിമയായിട്ടുള്ള ഏതൊരാളെയും അള്ളാഹു പരിഗണിക്കും. അള്ളാഹുവിന് ഇന്നയാളുടെ വഴിയിലൂടെ നീ വന്നാലേ ഞാൻ നിന്നെ പരിഗണിക്കും, അങ്ങനെ ഒരു ഇതില്ല അള്ളാഹുവിന്. ആരും അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കും എന്നതാണ് അള്ളാഹുവിന്റെ വാഗ്ദാൻ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹു പറഞ്ഞു, എന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശ വേണ്ട, നിരാശപ്പെടേണ്ട. റബ്ബ് പുറത്തു തരുമോ, ഞാൻ കുറേയൊക്കെ തെറ്റ് ചെയ്തില്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ല, അള്ളാഹ് പുറത്തു തരുമോ, ഈ ഒരു ബേജാറ് അള്ളാഹിന്റെ കാര്യത്തിൽ വേണ്ടെന്നാണ് അള്ളാഹു ഉറപ്പ് തരാം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയ. സകല തെറ്റും അള്ളാഹു പുറത്തു തരും, എല്ലാം പുറത്തു തരും, ഒന്നും വെക്കൂല. ഇന്നഹു വൽ ഗഫൂർ റഹീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്നത്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് മറ്റുള്ള പൗരോഹിത്യം പഠിപ്പിക്കുന്നത് എന്താ? നേരെ തിരിച്ചാണ്. അള്ളാഹ് പുറത്തു തരൂല, നേരെ ചോദിക്കാൻ പറ്റൂല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, അവരോട് പോയി ചോദിച്ചാൽ അള്ളാഹ് തരും. അല്ലെങ്കിൽ നിനക്ക് ചോദിക്കാൻ അർഹതയില്ല, നീ കുറെ കുറ്റവാളിയാണ്, തെറ്റ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്വഭാവമാണ് പൗരോഹിത്യം കാണിക്കുന്നത്. സത്യത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ ഒരു അടിമ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രിയമുള്ളവർ എന്ത് പ്രശ്നം വന്നാലും ഈ അയ്യൂബ് നബി കാണിച്ച പോലെ അള്ളാഹിനോടല്ലാതെ അവർക്ക് മറ്റു ആരോട് പോയി പറയാൻ പറ്റൂല. ആദ്യം പറയുന്നത് അള്ളാഹിനോടായിരിക്കും, പിന്നെ ആയിരിക്കും അനുവദിക്കപ്പെട്ട മറ്റു ചികിത്സയും മറ്റെന്തും ആവട്ടെ അവൻ ചെയ്യാം. പക്ഷെ നമുക്ക് റബ്ബിനെ മനസ്സിലാത്തതുകൊണ്ടാണ്, നമുക്കൊരു ഉറപ്പില്ല അള്ളാഹ് നമുക്ക് പുറത്തു വരും അല്ലെങ്കിൽ സഹായിക്കും. ആ ഒരു തോന്നലും ആ ഒരു തിരിച്ചറിവും ഇല്ലാത്തതുകൊണ്ടാണ് പടച്ചോനെ മറക്കുന്നത്. മനുഷ്യന്മാരോട് ഒക്കെ പോയി പറഞ്ഞിട്ട് അവസാനം അള്ളാഹിനോട് പറയുന്നത്. അപ്പൊ ഈ ഒരു ശൈലി എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്ന് മാറ്റണം, നമ്മൾ മാറി ചിന്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അള്ളാഹിനോട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രയാസം പറയാം. അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും നല്ല അനന്തര ഫലം ഈ ദുനിയാവിൽ തന്നെ ഒരു പക്ഷെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്ക് കാണിച്ചു തന്ന പാഠം. അയ്യൂബ് നബിക്ക് ദുനിയാവിൽ തന്നെ കൊടുത്തു. പരലോകത്ത് എത്ര പ്രതിഫലം ഉണ്ടാവും? രോഗത്തിന്റെ പേരിലൊക്കെ ആളുകൾ കിട്ടുന്ന പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. അയ്യൂബ് നബിക്ക് ദുനിയാവിൽ തന്നെ കിട്ടിയതാണ്, ഇരട്ടിയായി കൊടുത്തതാണ്. സമ്പത്തും കിട്ടി, സന്താനവും കിട്ടി, എല്ലാം തിരിച്ചിട്ടിയതാണ്. എല്ലാം തിരിച്ചിട്ടി ആ സഹിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ മറക്കാതെ റബ്ബിനെ മനസ്സിലാക്കി അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവയെ പകർത്തിയെടുക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഉള്ളത് റമദാൻ മാസത്തിന് തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസത്തിലാണ്, അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കുവാനും റമദാനിൽ കർമ്മനിരതരായി ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഷഅബാനുമായി ബന്ധപ്പെട്ട്, ഈ മാസവുമായി ബന്ധപ്പെട്ട്
പല തെറ്റിദ്ധാരണകളും പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഷാബാൻ മാസത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോരിശയുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്ത മാസമാണ് എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പ് അള്ളാന്റെ റസൂൽ ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചത് ഈ ഷാബാൻ മാസത്തിലാണെന്ന് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി യസൂമു ഹത്താ നഖൂൽ ലാ യഫ്തിർ വയഫ്തിർ ഹത്താ നഖൂൽ ലാ യസൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഷാബാനിൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നബി ഒരിക്കലും നോമ്പ് മുറിക്കുക പോലും ഇല്ല. അത്രത്തോളം ഇങ്ങനെ തുടർച്ചയായിട്ട് നബി നോമ്പെടുക്കുമായിരുന്നു. നബി നോമ്പ് മുറിക്കുന്ന കണ്ടാത്തൊന്നും നബി നോമ്പെടുക്കൂല. ഈ രൂപത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, വമാ റഅയ്തു റസൂലല്ലാഹി ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും ഒരു മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് റമളാൻ മാസത്തിൽ മാത്രമാണെന്നാണ്. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ, ചില വയസ്സായ സ്ത്രീകളൊക്കെ അവരുടെ ഈമാനിന്റെ ആ ഒരു വർധനവ് കൊണ്ടായിരിക്കാം ചെയ്യുന്നത്. വളരെ പ്രയാസപ്പെട്ട് നല്ല ശാരീരികമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു മാസം മൊത്തം ഇങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതത്ര പ്രോത്സാഹനീയമല്ല എന്ന് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കാരണം അത് വലിയ പ്രയാസമാണ്. ശരീരത്തെ അങ്ങനെ പ്രയാസപ്പെടുത്തി നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ ഇത്രയും തഖ്വയുള്ള അള്ളാന്റെ റസൂൽ പോലും റമളാൻ അല്ലാത്ത ഒരു മാസത്തിൽ എന്ത് ചെയ്തിട്ടില്ല, നോമ്പ് ഒരു മാസം കണ്ടിന്യൂയിട്ട് തുടർച്ചയായിട്ട് നോമ്പെടുത്തിട്ടില്ല എന്നാണ്. എന്നിട്ട് പറഞ്ഞു, വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്നത് ഷഅബാൻ മാസത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ഷഅബാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മുമ്പത്തെ നോമ്പൊക്കെ നോറ്റുവിടാൻ വിട്ടുപോയ സ്ത്രീകൾക്കൊക്കെയും ഏറ്റവും അവസാനത്തെ സമയമാണ് ഷഅബാൻ മാസം. ഈ മാസത്തിൽ തന്നെ എന്ത് ചെയ്യണം, കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടണം എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത് ഷഅബാൻ മാസമായി സ്ഥിരപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് പ്രത്യേകമായ രൂപത്തിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലം അറക തസൂബു ശഹറ മിന ശുഹൂരി മാ തസൂം മിൻ ശഅബാൻ. നബിയെ, ഈ ഷഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ വേറെ ഒരു മാസത്തിൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇത്രയും ആവേശത്തിൽ നിങ്ങൾ റമളാനിൽ എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഷഅബാൻ എന്നുള്ളത് ഒരു മാസമാണ്. എങ്ങനെയുള്ള മാസമാണ്? യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. അധികം ആളുകളും ജനങ്ങൾ അശ്രദ്ധയിലായി തീരുന്ന, വല്ലാതെ ശ്രദ്ധിക്കാതെ പോകുന്ന റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ വരുന്ന ഒരു മാസമാണ് ഷഅബാൻ. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ ഷഅബാൻ മാസം എന്നുള്ളത് അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതിന്റെ കാരണം പറയാണ്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് നോമ്പെടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഷഅബാൻ മാസത്തിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതല്ലാത്ത ബാക്കിയുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. അതിലൊന്നും നമുക്കൊക്കെ സാധാരണ നമ്മൾ കേട്ട് പരിചയിച്ചറിയുന്ന ഒരു ബറാത്ത് രാവ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ബറാത്ത് രാവ് എന്ന് പറയുന്ന ഒരു രാവ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഷഅബാൻ മാസത്തിൽ 15-ാം ദിവസം, ഷഅബാൻ 15-ന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കടപിടിച്ചുകൊണ്ടാണ് ഇതിന് തെളിവായി പറയാറുള്ളത്. അതെന്താണ്? സൂറത്തു ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ രാത്രിയിലാണ് ഇതിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്, ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനുഗ്രഹീതമായ രാത്രി എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15 എന്നാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഇമാമിങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു, ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഇന്നഹ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ.
ഇന്നഹു അൻസലഹു ഫീ ലൈലത്തി മുബാറക വഹിയ ലൈലത്തുൽ ഖദർ. ഇവിടെ അള്ളാഹു ലൈലത്തു മുബാറക അനുഗ്രഹീതമായ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലൈലത്തുൽ ഖദറാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ളത് ഖുർആനിൽ തന്നെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ടും സൂറത്തു ദുഖാനിലെ ഈ ആയത്തിനെ എടുത്തുകൊണ്ടാണ് ഷഅബാൻ 15 ബറാത്ത് രാവിനെ തെളിവാക്കുന്നത്. ഇതൊരിക്കലും ശരിയല്ല എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ബിദ്അത്തായ ആചാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയുള്ള വേറെ പ്രത്യേകമായി 2-3 യാസീൻ ഇങ്ങനെ ഓതുക, അതുപോലെ തന്നെ റഗായിബ് നിസ്കാരം എന്ന പേരിൽ നിസ്കരിക്കുക, 100 റക്അത്ത് നിസ്കാരം, ഇങ്ങനെ പല ബിദ്അത്തുകളും ഒക്കെ കാണാൻ പറ്റും. ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതല്ല. ഉള്ളത് എന്താണെന്ന് ആദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ രൂപത്തിൽ നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും നോമ്പുകൾ അനുഷ്ഠിക്കുവാനും ഒക്കെ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യും. അതൊക്കെ അതിനൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ പ്രത്യേകമായ രൂപത്തിൽ ഒരു ആരാധനയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ബിദ്അത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഈ പൊയ്നാച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അസ്നാർച്ച് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കമൊക്കെ കഴിഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കൊക്കെ സുപരിചിതനായിരുന്ന ഇവിടെയൊക്കെ വന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മറ്റു നമ്മുടെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും സഹോദരന്മാരും ഉമ്മമാരും ഉപ്പമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു നല്ല രീതിയിൽ ആ കടങ്ങളെ തിരിച്ചു വീട്ടാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. സഹിച്ചതിന് പ്രതിഫലം രേഖപ്പെടുത്തുമാറാവട്ടെ. സന്തോഷകരമായ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.